പുൽവാമ ആക്രമണം നടന്ന് 12 ദിവസത്തിനു ശേഷം 12 വിമാനങ്ങളുമായി തിരിച്ചടിച്ച് ഇന്ത്യ. പുൽവാമയ്ക്ക് ഇന്ത്യയുടെ മറുപടി. പാകിസ്ഥാൻ മണ്ണിൽ വ്യോമാക്രമണം നടത്തി ഇന്ത്യയുടെ തിരിച്ചടി. 1972 സിംല കരാറിന് ശേഷം ആദ്യമായാണ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത്. ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചതായി പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂർ സ്ഥിരീകരിച്ചു. പൂർണ്ണമായും പാകിസ്ഥാന്റെ അധീനതയിലുള്ള ബാൽക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് താവളങ്ങളിലായിരുന്നു ആക്രമണം. 200 മുതൽ 300 വരെ ഭീകരർ കൊല്ലപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. ഇന്ത്യ ഇതുവരെ ഇത് ഔദ്യോഗികമായി ഈ ആക്രമണ വിവരം സ്ഥിരീകരിച്ചിട്ടില്ല. ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണനും ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാലും ചേരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആദ്യം ഉണ്ണിയിലേക്ക് പോയാൽ, ഉണ്ണി, ഈ തിരിച്ചടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഏത് നിമിഷവും പാകിസ്ഥാനോട് പകരം വീട്ടുമെന്ന് നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. 3.5 മണിക്ക് നടത്തുന്ന ആക്രമണം അത് കൃത്യമായി ആസൂത്രണത്തോടെ കേന്ദ്രത്തിന്റെ വിവരമനുസരിച്ച് കേന്ദ്രത്തെ വിവരം ധരിപ്പിച്ചു തന്നെയാണ് എന്നാണോ പുറത്തുവരുന്ന വിവരം? തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം, കേന്ദ്ര സർക്കാരുമായുള്ള കൂടിയാലോചനകൾ, ഇതിനുശേഷമാണ് വ്യോമസേനയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പാക് മണ്ണിലേക്ക് കയറിക്കൊണ്ടുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ തന്നെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്ത ആക്രമണമാണെന്നാണ് ലഭിക്കുന്ന വിവരം. ആ രീതിയിൽ തന്നെയാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ഓരോ നീക്കങ്ങളും ഉണ്ടായിരുന്നത്. പാക് മണ്ണിൽ 21 മിനിറ്റോളം നീണ്ട ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പാക് സൈനിക ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞത് പാകിസ്ഥാനിലെ ബലാക്കോട്ട് മേഖലയിൽ ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 2 ബലാക്കോട്ട് മേഖലകളുണ്ട്. ഒന്ന് പൂഞ്ച് നിയന്ത്രണ രേഖയോട് ചേർന്നുകൊണ്ടുള്ള ബലാക്കോട്ട്, മറ്റൊന്ന് ഇസ്ലാമാബാദിനോട് സമീപത്തുള്ള അത്ര കണ്ട് ദൂരമല്ലാത്ത ബലാക്കോട്ട്. അത് പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെയാണ്, പാക് അധീന കശ്മീരിലല്ല. ഇതിലേത് ബലാക്കോട്ടിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്ന കാര്യം ഉറപ്പാകേണ്ടിയിരിക്കുന്നു. അത് പാക് മണ്ണിലെ ബലാക്കോട്ടിലാണെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അത്രമേൽ ദൂരം കയറി ചെന്നുകൊണ്ട് ആക്രമണം നടത്താൻ കഴിഞ്ഞുവെന്നത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകുന്ന സംഭവമായി മാറും. ഏതായാലും ഇതടക്കമുള്ള വിഷയങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായി കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതിയുടെ യോഗം ഇപ്പോൾ ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി സർക്കാരിന്റെയും സൈന്യത്തിന്റെയും ഭാഗത്തു നിന്നും നടന്നിരിക്കുന്ന ആക്രമണത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും വ്യക്തമാക്കിക്കൊണ്ടുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാവുക. ഇതിനകം ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്, പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏത് തരത്തിലായിരിക്കണം ഇനിയുള്ള നീക്കങ്ങളെ നേരിടേണ്ടത് എന്ന അടക്കമുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യും. ഏതായാലും ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം പുലർച്ചെ 3:30 മണിയോടുകൂടിയാണ് പാകിസ്ഥാനിലെ 3-4 ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ 12 മിറാഷ് യുദ്ധവിമാനങ്ങളാണ് പാക് അധീന കശ്മീരിലെ അതിർത്തി കടന്നുകൊണ്ട് പാക് മണ്ണിലേക്ക് നീങ്ങിയത്. അവിടെ വെച്ച് ഭീകരാക്രമണം നടത്തുകയായിരുന്നു 21 മിനിറ്റ്. ഈ 21 മിനിറ്റിന്റെ കൃത്യമായ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മുസാഫറാബാദിൽ 3:45 മുതൽ 3:53 വരെ ആക്രമണം നടന്നു. അവിടെ പ്രധാനമായും ആക്രമിച്ചത് ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ്. ഒപ്പം തന്നെ ലോഞ്ച് പാഡുകളിൽ ഭീകരർ അത്ര കണ്ടില്ലായിരുന്നു. ഇന്ത്യ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചതുകൊണ്ട് തന്നെ ഭീകരരെ കയറ്റി അയക്കുന്ന കേന്ദ്രങ്ങൾ കാലിയാക്കിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. എങ്കിൽ കൂടിയും ഇവരുടെ കൺട്രോൾ റൂമുകളാണ് തകർത്തിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ ആൽഫ 3 കൺട്രോൾ റൂമുകൾ അടക്കം ഈ ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട്. ഒപ്പം മുസാഫറാബാദിൽ 3:48 മുതൽ 3:55 വരെ മറ്റൊരു ആക്രമണം നടക്കുകയുണ്ടായി. ചക്കോട്ടിയിൽ 3:58 മുതൽ 4:04 വരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ. 21 മിനിറ്റ് ആക്രമണത്തിന് നേരം ശേഷം ഇന്ത്യൻ വ്യോമസേന യാതൊരു പരിക്കുമേൽക്കാതെ തിരിച്ച് ഇന്ത്യൻ മണ്ണിലേക്ക് തിരിച്ചെത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ നടത്തിയ മിന്നലാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വലിയ തിരിച്ചടിയായി തന്നെ ഇത് വിലയിരുത്തപ്പെടും. എന്നാൽ പാക് സർക്കാരും പാക് സൈന്യവും ഇതിനെ നിഷേധിക്കുകയാണ്. ആദ്യം ഈ വിവരം പുറത്തുവിട്ടിരുന്നത് പാക് സൈന്യം തന്നെയാണ്. ഇന്ത്യൻ വിമാനങ്ങൾ, ഇന്ത്യൻ പോർ വിമാനങ്ങൾ പാക് മണ്ണിലേക്ക് കടന്നു. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ഇവർക്ക് പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോകേണ്ടി വന്നു. ആ രക്ഷപ്പെട്ടു പോകുന്നതിനിടെ ചില സ്ഫോടക വസ്തുക്കൾ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാണ് പാക് സൈന്യം ആദ്യം ട്വിറ്ററിൽ പുറത്തുവിട്ടിരുന്ന വിവരം. 5 മണിയോടുകൂടിയാണ് പുലർച്ചെ ഈ വിവരം പാക് സൈന്യം പറഞ്ഞത്. അതിനുശേഷം ആക്രമണം നടത്താൻ ഉള്ള ശ്രമത്തെ ചെറുത്തു തോൽപ്പിച്ചു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അതിർത്തി മറികടന്നുകൊണ്ടുള്ള യുദ്ധവിമാനങ്ങളുടെ പറത്തലിന് ശേഷം പാക് വിദേശകാര്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി. രഞ്ജിത്ത്, ഈ ആക്രമണം നടന്ന സമയത്ത് ഈ ഭീകരരാരും അവിടെ ഉണ്ടായിരുന്നില്ല. നേരത്തെ പാകിസ്ഥാൻ എപ്പോഴും സംശയിച്ചിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാം എന്ന രീതിയിൽ. അപ്പോൾ 200-300 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലുള്ള സ്ഥിരീകരണം എത്രത്തോളമുണ്ട്? പരിക്കേറ്റവരുടെ എണ്ണം, അക്കാര്യങ്ങൾ എന്തെങ്കിലും ഈ പാകിസ്ഥാന്റെ സേനാവൃത്തങ്ങളുടെ ഔദ്യോഗികമായ വിശദീകരണത്തിലുണ്ടോ?
പാക് സൈനിക വക്താവ് 2-3 ട്വീറ്റുകളിലായി പറഞ്ഞിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടില്ല, ആക്രമണത്തിൽ ആർക്കും ജീവാപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പാക് സേനാ വക്താവ് പുറത്തിറക്കിയിരിക്കുന്ന ചില ചിത്രങ്ങളിൽ തന്നെ പറയുന്നത് അത് തുറസായ മേഖലകളിൽ, ആൾവാസമില്ലാത്ത മേഖലകളിലാണ് ഇന്ത്യൻ സൈന്യം, ഇന്ത്യയുടെ വ്യോമസേനാ വിമാനം തിരിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടി പറന്നു പോകുമ്പോൾ സ്ഫോടക വസ്തുക്കൾ ഉപേക്ഷിച്ചിട്ടുള്ളതെന്നാണ്. ചില മരക്കുറ്റികളൊക്കെ ആ സ്ഫോടനത്തിൽ തകർന്നിരിക്കുന്നതായുള്ള ഫോട്ടോകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത് 200 മുതൽ 300 വരെ കാഷ്വാലിറ്റികൾ ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളതാണ്. മരിക്കുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം അത്രയും ഭീകരർക്ക് എന്ന വിവരമാണ് ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ നൽകുന്നത്. ഏതായാലും ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലായിരിക്കും എത്രമേൽ വലിയ നാശം വിതയ്ക്കാൻ ഈ ആക്രമണത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാവുക. പുലർച്ചെ നടന്ന ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ നാശനഷ്ടങ്ങളുടെ തോത് മനസ്സിലാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യവും അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം രാഷ്ട്രീയമായി കൂടി വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മോഡി സർക്കാരും. കാരണം ഈ വ്യോമാക്രമണം അതിർത്തി കടന്നുകൊണ്ട് ഷിംല കരാറിന് ശേഷം സംഭവിക്കുന്നതിന് ആദ്യമായാണ്. യുദ്ധങ്ങൾ നടക്കുമ്പോഴും ഇന്ത്യ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്താനുള്ള രീതി അത്ര കണ്ട് അനുവർത്തിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ പാക് അധീന മേഖലയിലേക്കടക്കം എത്തുമ്പോൾ കൃത്യമായൊരു സന്ദേശം നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാരും സൈന്യവും തിരിച്ചടിക്കും, മാത്രമല്ല ഭീകരാക്രമണങ്ങൾ നടത്തുകയാണെങ്കിൽ പാക് മണ്ണിൽ എത്തിക്കൊണ്ട് തന്നെ ആക്രമണം നടത്താൻ മടിക്കില്ല എന്നുള്ള കാര്യം. അതേസമയം ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും പ്രകോപനം ഉണ്ടാകുമോ എന്ന മുൻകരുതലിന്റെ ഭാഗമായി കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം. വ്യോമസേനയടക്കം അതീവ ജാഗ്രത പാലിക്കാനായി കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ചേരുന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയിലും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായ ചർച്ചകളും നിർദ്ദേശങ്ങളും ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഇതുവരെ പാക് അധിനിവേശ കശ്മീരിലെ സർജിക്കൽ സ്ട്രൈക്കിലടക്കം പാക് അധിനിവേശ കശ്മീരിലെ സ്ഥലങ്ങളിൽ മാത്രം, ഭീകര കേന്ദ്രങ്ങളിൽ മാത്രം ആക്രമണം നടത്താനാണ് ഇന്ത്യ തീരുമാനിച്ചിരുന്നത്, അത് നടപ്പാക്കിയിരുന്നതും. ഇപ്പോൾ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കയറിയുള്ള ഒരാക്രമണം അത് വളരെ ഗൗരവമേറിയതാകുന്നു. അവരുടെ മണ്ണിൽ ചെന്ന് നമ്മുടെ പോർവിമാനങ്ങൾ ബോംബ് വർഷിക്കുക എന്ന് പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം കൂടിയുണ്ട് ലോകരാജ്യങ്ങളെ. അതിന്റെ സാഹചര്യവും എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ നിർബന്ധിതമായി എന്ന കാര്യത്തിലുമൊക്കെ അതിനൊക്കെയുള്ള ശ്രമങ്ങൾ അത്രത്തോളം ഗൗരവമായി ഈ കാര്യങ്ങളെ ഏത് രീതിയിലാകും ഇന്ത്യ കൈകാര്യം ചെയ്യുക ഇനി വരുന്ന മണിക്കൂറുകളിൽ? രാഷ്ട്രീയമായി തന്നെ കേന്ദ്ര സർക്കാരിനുമായി ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങൾ തന്നെ പറയുന്നത് ഇതിലൂടെ നൽകാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ഉദ്ദേശം ഒന്നാണ്. പാക് സൈന്യവും ഒപ്പം പാക് സർക്കാരും ഭീകര കേന്ദ്രങ്ങൾക്കും ഭീകരവാദികൾക്കും അവിടെ നിന്ന് പ്രവർത്തിക്കാനും ഇന്ത്യൻ മണ്ണിൽ വന്ന് ആക്രമണം നടത്താനും പിന്തുണ നൽകുകയാണെങ്കിൽ ഒരു തരത്തിലും അതിനെ വച്ചുപൊറപ്പിക്കില്ല. അത്തരത്തിലുള്ള ഭീകര കേന്ദ്രങ്ങളെ പാക് സർക്കാർ ഇല്ലാതാക്കാത്തത് കൊണ്ട് തന്നെ അവയെ നേരിട്ട് ആക്രമിച്ച് ഇല്ലാതാക്കാൻ ഇന്ത്യ ശ്രമിക്കും. അതാണ് ഈ ആക്രമണത്തിലൂടെ നൽകുന്ന രാഷ്ട്രീയവും സൈനികവുമായ മുന്നറിയിപ്പെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ആ ഒരു വിശദീകരണത്തെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അടക്കം ബോധ്യപ്പെടുത്താനുള്ള നീക്കമായിരിക്കും ഇന്ത്യ നടത്തുക. ഒരു കാര്യം വ്യക്തമാകേണ്ടിയിരിക്കുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാക് അധീന കശ്മീരിലാണോ അല്ല പാകിസ്ഥാന്റെ മണ്ണിൽ നേരിട്ടെത്തിക്കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അതിനനുസരിച്ച് കൂടിയായിരിക്കും പാകിസ്ഥാന്റെ വിശദീകരണങ്ങൾ വരാൻ പോകുന്നത്. പാകിസ്ഥാന്റെ മണ്ണിൽ നേരിട്ട് വ്യോമസേന ആക്രമണം നടത്തിയെങ്കിൽ അതിനെ പാക് മണ്ണിലേക്കുള്ള കടന്നുകയറ്റമായും ഒരു യുദ്ധ സമാനമായ സാഹചര്യമായും ഒക്കെ പറയാനും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അതിനെ അങ്ങനെ വിശദീകരിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്ത്യയും വിശദീകരിക്കുന്നത് കൃത്യമായി ഇതിനെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം എന്ന രീതിയിൽ തന്നെയാണ്. ആ രീതിയിൽ ഇതിനെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടാനും തന്നെയായിരിക്കും ഇന്ത്യയുടെ ശ്രമം. പ്രത്യേകിച്ച് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി വിദേശ രാജ്യങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെയൊക്കെ പിന്തുണ ലഭ്യമാക്കാനും ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിന്റെ അടക്കം പ്രസ്താവന പുറപ്പെടുവിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളെയും വിശദീകരിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ ഉണ്ണി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബാലാക്കോട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാന് അബോട്ടാബാദിനടുത്താണ്. അബോട്ടാബാദിനടുത്തുള്ള വളരെ പ്രധാനപ്പെട്ട പാകിസ്ഥാനിലെ ഒരു പ്രദേശമാണ് ഇത്. ഇവിടെയാണ് ഒസാമ ബിൻ ലാദൻ ഒളിച്ചിരുന്നത്. അബോട്ടാബാദിലാണ്. അവിടെ അമേരിക്ക നടത്തിയ മിന്നലാക്രമണം, അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ സംവിധാനത്തിലൂടെയാണ് ബിൻ ലാദനെ അവിടെ നിന്ന് അവർ വധിക്കുകയും തുടർന്ന് ശവശരീരം പുറത്ത് കടലിൽ കൊണ്ടുപോയി സംസ്കരിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് മറക്കാനായിട്ടില്ല. അത്തരത്തിൽ അതിനോട് ചേർന്ന ഒരു പ്രദേശത്താണ് ബാലാക്കോട്ട് എന്ന് പറഞ്ഞ ഈ ഭീകരരുടെ താവളമെന്ന്, ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ താവളമെന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇന്ത്യ കയറി തിരിച്ചടി നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് പ്രധാനമന്ത്രി വിളിച്ച സുരക്ഷാ യോഗമാണ്. അതിൽ പ്രധാനപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ, പ്രതിരോധ മന്ത്രിയെ കാണാം, അരുൺ ജെയ്റ്റ്ലിയെ കാണാം, മറ്റ് ഉദ്യോഗസ്ഥർ അടക്കം പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു, അദ്ദേഹം വിശദാംശങ്ങൾ തേടുന്നു ആക്രമണത്തിന്റെ എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ പറഞ്ഞിരുന്നു നരേന്ദ്രമോദി അറിഞ്ഞു തന്നെയാണ്, അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ആക്രമണം നടത്തിയത്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ
പ്രധാനമന്ത്രി അറിഞ്ഞു തന്നെയാണ് നടന്നത്. ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാന്റെ മണ്ണിലുണ്ടാകുന്നത് 1972 സിംല കരാറിനു ശേഷമുണ്ടാകുന്ന ആദ്യ വ്യോമാക്രമണം. സിംല കരാറിൽ അതിർത്തി കടന്നുള്ള ആക്രമണം ഉണ്ടാകില്ല എന്ന കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ഉടമ്പടിയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഉടമ്പടി ലംഘിക്കേണ്ടി വന്ന സാഹചര്യം ഇന്ത്യക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും ലോകരാജ്യങ്ങളെ. 21 മിനിറ്റാണ് ആക്രമണം നീണ്ടുനിന്നത്. പുലർച്ചെ 3:30 മണിക്ക് ആരംഭിച്ച ആക്രമണം 21 മിനിറ്റ് നീണ്ടുനിന്നു. പ്രധാനപ്പെട്ട 4 കേന്ദ്രങ്ങളിൽ, ബാലാക്കോട്ട് സമീപ പ്രദേശങ്ങളുള്ള 4 ഭീകര കേന്ദ്രങ്ങളിൽ, മുസാഫറാബാദ്, അതുപോലെ തന്നെ മുസാഫറാബാദ് അടക്കമുള്ള ചക്കോട്ടി അടക്കമുള്ള 4 കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ വ്യോമസേന വിമാനങ്ങൾ ആക്രമണം നടത്തി. അതിൽ ഡ്രോൺ പോലെ ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ അത് വളരെ കൃത്യമായ ആസൂത്രണത്തോടെ ഇന്ത്യ നടപ്പിലാക്കിയ ഒരു കാര്യമാണ്. 12 മിറാഷ് വിമാനങ്ങൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു. ഈ ആക്രമണം പാക് സൈനിക വക്താവ് സ്ഥിരീകരിച്ചിരുന്നു. ആദ്യമായി പാക് സൈനിക വക്താവിന്റെ സ്ഥിരീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. അദ്ദേഹം പറഞ്ഞത്, ഇത്തരത്തിൽ ഇന്ത്യൻ വിമാനങ്ങൾ അതിർത്തി കടന്ന് തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു, പക്ഷേ തങ്ങൾ തിരിച്ചടിച്ചപ്പോൾ അവർ തിരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ഉണ്ടായത്. ഇന്ത്യ കൃത്യമായി ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കി. ഇന്ത്യ കടന്നുകയറിയതായി മേജർ ജനറൽ ആസിഫ് ഗഫൂർ ആണ് പറഞ്ഞത്, പാക് സൈനിക വക്താവ്. ബാൽക്കോട്ട് നിയന്ത്രണ രേഖയ്ക്കപ്പുറം പൂർണ്ണമായും പാക് അധീന കശ്മീരിലാണ്. പാക് അധീന കശ്മീരല്ല, പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെയാണ് ആക്രമണം നടത്തിയത്. ഈ ബാൽക്കോട്ട് നിയന്ത്രണയ്ക്കപ്പുറം പൂർണ്ണമായും പാകിസ്ഥാന്റെ അധീനതയിലാണ്. പാക് അധിനിവേശ കശ്മീരിന് അപ്പുറത്തേക്ക് ഇന്ത്യയുടെ ആദ്യ ആക്രമണം. ബാൽക്കോട്ടിലേക്ക് ഏതാണ്ട് 740 കിലോമീറ്റർ വരും. ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് 740 കിലോമീറ്റർ ഡൽഹിയിൽ നിന്നുള്ള ദൂരം വരും. 740 കിലോമീറ്റർ ദൂരമാണ് ബാൽക്കോട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് ഉള്ളത്. ഇസ്ലാമാബാദിൽ നിന്ന് ബാൽക്കോട്ടിലേക്ക് 200 കിലോമീറ്റർ മാത്രം. ഈ ബാൽക്കോട്ട് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ, ബാൽക്കോട്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അബോട്ടാബാദിന് സമീപമുള്ള ഒസാമ ബിൻ ലാദൻ ഒളിച്ചിരുന്ന ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാൻ സംരക്ഷിച്ചിരുന്ന അവിടെ നമുക്കറിയാം അമേരിക്കൻ വ്യോമസേന കയറി അദ്ദേഹത്തെ വധിച്ചതിന് ശേഷം പുറത്ത് കടലിൽ കൊണ്ടുപോയി സംസ്കരിച്ചതൊക്കെ മറക്കാറായിട്ടില്ല. അതിന് തൊട്ടടുത്താണ് ഈ ബാൽക്കോട്ട് എന്ന സ്ഥലം. അതിലും ഏത് ബാൽക്കോട്ടാണ്, ബാൽക്കോട്ട് തെക്ക് വടക്ക് അങ്ങനെ രണ്ട് ബാൽക്കോട്ടുണ്ട്. അതിൽ ഏത് ബാൽക്കോട്ടിലാണ് ആക്രമണം നടന്നതെന്ന കാര്യത്തിലും സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. കൻഹാർ നദിയുടെ തീരത്ത് പൂർണ്ണമായും പാക് അധീനതയിലുള്ള ഒരു പ്രദേശമാണ് ഈ ബാൽക്കോട്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായും ഈ സ്ഥലം അറിയപ്പെടുന്നു. ബാൽക്കോട്ട് അറിയപ്പെടുന്നത് ഷുഹദാക്ക സർസമീൻ, ബാൽക്കോട്ട് എന്ന യുദ്ധഭൂമി അങ്ങനെയാണ് അറിയപ്പെടുന്നത്. രക്തസാക്ഷികളുടെ മണ്ണ്, ഷുഹദാക്ക സർസമീൻ എന്ന പേരിലാണ് ഈ ബാൽക്കോട്ട് അറിയപ്പെടുന്നത്. പാകിസ്ഥാന് വളരെ നിർണായകവും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബാൽക്കോട്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിൽ നിന്നും 750 കിലോമീറ്റർ ദൂരെയാണ്. 2005 ഭൂകമ്പത്തിൽ ഇത് പൂർണ്ണമായും തകർന്നിരുന്നു. പിന്നീടാണ് ഒരു പുനരുജ്ജീവനത്തിന്റെ പാതയിലേക്ക് ബാൽക്കോട്ട് വന്നത്. ഭൂകമ്പ ശേഷം ബാൽക്കോട്ട് പുനർനിർമ്മിക്കാൻ പാകിസ്ഥാനെ സഹായിച്ചത് സൗദി അറേബ്യ ആയിരുന്നു. ബാൽക്കോട്ടിൽ നിരവധി ജെയ്ഷെ ഭീകര താവളങ്ങളും ഉണ്ട്. ഇപ്പോൾ TJ ശ്രീലാൽ ഇൻപുട്ട് എഡിറ്റർ ചേരുന്നു നമുക്കൊപ്പം. ശ്രീലാല്, ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, ഇന്ത്യ ഏത് നിമിഷവും ആക്രമണം നടത്തും. പ്രത്യേകിച്ചും കേന്ദ്രത്തിന് അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പ്രവർത്തിച്ച് കാണിക്കണമെന്ന് പ്രതിപക്ഷമടക്കം രാഹുൽ ഗാന്ധി അടക്കം സർക്കാരിനെ വെല്ലുവിളിച്ച സാഹചര്യമൊക്കെ. ഇത്ര പെട്ടെന്ന് ഈ 12 ദിവസത്തിനകം ഈ ആക്രമണം നടത്തും, ഇത്ര ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? അത്രത്തോളം ഈ വിഷയത്തിൽ നമ്മൾ പ്രതിരോധത്തിലായിരുന്നോ? രഞ്ജിത്ത്, തിരിച്ചടിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു. അതും ഈ മാസം തന്നെ തിരിച്ചടിക്കും എന്നുള്ള കാര്യവും ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ ഇത്ര വേഗത്തിൽ, അതായത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു പിൻ പോയിന്റിട്ടുള്ള ഒരു ആക്രമണത്തിന് ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നില്ല. പാകിസ്ഥാൻ ഒരു പക്ഷേ ആ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവിടെ വിജയിച്ചത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം, നമ്മുടെ റോ അടക്കമുള്ള ഏജൻസികൾ തന്നെയാണ്. എവിടെയാണ് പാകിസ്ഥാനിലെ ഈ കേന്ദ്രങ്ങൾ, ഭീകര കേന്ദ്രങ്ങൾ ഉള്ളത്, ഭീകര താവളങ്ങൾ എവിടെയാണുള്ളതെന്ന് ഈ 12 ദിവസത്തിനുള്ളിൽ വ്യക്തമായും കൃത്യമായും കണക്കെടുപ്പ് നടത്താൻ ഇന്ത്യക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വ്യക്തമായ ഒരു ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിച്ചത്. പാകിസ്ഥാൻ തന്നെയാണ് ഇത് ആദ്യം സ്ഥിരീകരിച്ചത്. പക്ഷേ പാകിസ്ഥാനെ സ്ഥിരീകരിക്കാതിരിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നുള്ളതായിരുന്നു വ്യക്തമായ ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് മുന്നിൽ 2 പോംവഴികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, മുൻപ് ചെയ്തതുപോലെ സർജിക്കൽ സ്ട്രൈക്ക്, കരയിലൂടെ പോയി ഒരു ആക്രമണം നടത്തുക, സൈന്യത്തെ കരയിലൂടെ അയച്ച് പാകിസ്ഥാന്റെ ഭീകരതാവളങ്ങൾ തിരിച്ചടിക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു മാർഗ്ഗം. രണ്ടാമത്തെ മാർഗ്ഗം വ്യോമാക്രമണം തന്നെയായിരുന്നു. ആദ്യത്തെ മാർഗ്ഗത്തിന്റെ പ്രധാന പ്രശ്നം, ഇപ്പോൾ അതിർത്തി മുഴുവൻ, അത് ഹിമാലയൻ താഴ്വര മുഴുവൻ മഞ്ഞുമൂടി കിടക്കുകയാണ്. ഇത് ശൈത്യകാലമാണ് വടക്കേ ഇന്ത്യയിൽ. കശ്മീർ സംബന്ധിച്ചോളം ശൈത്യകാലത്തിന് തുടക്കമായിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ മഞ്ഞുമലകൾ താണ്ടി പോവുക എളുപ്പമല്ല. അതോടൊപ്പം മഞ്ഞുമലകൾ താണ്ടി പോകുമ്പോൾ പാകിസ്ഥാൻ സൈന്യം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഈ ഭീകരതാവളങ്ങളിലുള്ള ഭീകരർ
ഇന്ത്യൻ സൈനികരുടെ വരവ് കണ്ടെത്തുക അവർക്ക് അത്ര ദുഷ്കരമായ ഒരു കാര്യമല്ല. കാരണം മുമ്പ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രതീക്ഷ അവർ വച്ചു പുലർത്തുകയും ചെയ്തു. പുൽവാമ പോലൊരു വലിയ ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഇന്ത്യ പ്രതികരിക്കുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, കരയിലൂടെ ഒരു ആക്രമണം തീർത്തും അസാധ്യമായ സാഹചര്യത്തിലാണ് വ്യോമാക്രമണ നിലയിലേക്ക് ഇന്ത്യ മാറിയത്. വ്യോമാക്രമണം എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിലായിരുന്നു പിന്നീടുള്ള ആലോചനകൾ നടന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതായത് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം വേണോ അതോ വ്യോമസേന വിമാനങ്ങൾ അയച്ചത് യുദ്ധവിമാനങ്ങൾ അയച്ചുള്ള ആക്രമണം തന്നെയാണോ വേണ്ടതെന്നായിരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ ഇത്ര ഉള്ളിലേക്ക് കടന്ന് ആക്രമിച്ച് തിരിച്ചു വരിക അത്ര എളുപ്പമല്ല. അത് മാത്രവുമല്ല, ഡ്രോൺ ഉപയോഗിക്കുമ്പോൾ രാത്രി ഡ്രോൺ ഉപയോഗിക്കുക അത്ര പ്രിസൈസ് ആയിട്ട് കൃത്യമായിട്ട് രാത്രി കാലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം എളുപ്പവുമല്ല. ഏതെങ്കിലും ഒരു സിവിലിയൻ കേന്ദ്രത്തിലേക്ക് നമ്മളുടെ ഒരു ബോംബ് വീണാൽ പോലും അത് പാകിസ്ഥാൻ രാജ്യാന്തര തലങ്ങളിൽ വലിയ വിഷയമായി ഉയർത്തുകയും തിരിച്ചടിക്കാനുള്ള പാകിസ്ഥാൻ ഒരു കാരണമായി ഉയർത്തി കാണിക്കുകയും ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും നടത്തിലുള്ള നടപടി സ്വീകരിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യതയാർന്ന ആക്രമണം, ആ കൃത്യതയാർന്ന ആക്രമണത്തിന് ഏറ്റവും പറ്റിയത് നമ്മുടെ മിറാജ് യുദ്ധവിമാനങ്ങൾ തന്നെയാണ്. അങ്ങനെയാണ് 12 മിറാജ് യുദ്ധവിമാനങ്ങൾ ഇന്നലെ അർദ്ധരാത്രി പുറപ്പെട്ടതും ഈ കൃത്യം നടത്തി ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ മടങ്ങിയെത്തിയതും 21 മിനിറ്റോ മറ്റോ ആണ് ഇതിന് സ്വീകരിച്ചതെന്ന് ആണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇവിടെ നിന്ന് പോകുന്നു, ആക്രമണം നടത്തുന്നു, തിരിച്ചു വരുന്നു. ആർക്കും തിരിച്ച് ഒരു ആലോചിക്കുമ്പോൾ, അതായത് പാകിസ്ഥാൻ വ്യോമസേന എന്തെങ്കിലും നടപടിയെടുക്കണമെന്ന് ആലോചിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തിരിച്ച് ഇന്ത്യയുടെ അതിർത്തി കടന്ന് നമ്മുടെ വിമാനത്താവളങ്ങളിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്ര പ്രിസൈസ് ആയിട്ടുള്ള, അത്ര അധികം മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് പ്ലാനിങ്ങിലൂടെ നടത്തിയ ഒരു ഓപ്പറേഷൻ തന്നെയാണ്. തീർച്ചയായും വലിയ വിജയം തന്നെയാണ് ഇന്ത്യക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ഇതിനോട് പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. തീർച്ചയായും പാകിസ്ഥാൻ രാജ്യാന്തര തലങ്ങളിൽ സമ്മർദ്ദത്തിനാകും ആദ്യം ശ്രമിക്കുക. അവിടെ വീണ്ടും പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയും. അത്തരത്തിൽ ഉള്ള ചില തെളിവുകൾ ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. ഒന്ന്, പുൽവാമ ആക്രമണത്തിൽ പാക് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ആണ് എന്നുള്ള കാര്യം തന്നെയാണ്. അതിനുള്ള തെളിവുകൾ ഇതിനോടകം തന്നെ ഇന്ത്യ രാജ്യാന്തര സമൂഹത്തിന് നൽകി കഴിഞ്ഞു. പിന്നീടുള്ളത് ഇന്ത്യ ആക്രമിച്ച കേന്ദ്രങ്ങൾ, അവിടെ ഏതാണ്ട് 300ഓളം ഭീകരരെ ഇന്ത്യ വധിച്ചിട്ടുണ്ട്. ഈ കേന്ദ്രങ്ങൾ അവിടെ നടന്ന നടപടികൾ, അവിടെ ഉണ്ടായിരുന്ന നടപടികൾ എന്തൊക്കെയാണെന്നാണ്. ഈ കേന്ദ്രങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും ആ കേന്ദ്രങ്ങൾ ആക്രമണം നടത്താൻ ആക്രമിക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ മുഴുവൻ വിവരങ്ങളും ഇന്ത്യയുടെ പക്കൽ ഉണ്ട് എന്ന് തന്നെയാണ് പ്രതിരോധ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ വെച്ച് ഇന്ത്യക്ക് നിഷ്പ്രയാസം രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാന്റെ ശ്രമങ്ങളെ മറികടക്കാൻ സാധിക്കും. മറിച്ച് പാകിസ്ഥാന് ഇതുപോലെ വ്യോമാക്രമണം നടത്തണമെങ്കിൽ ഇന്ത്യയിൽ ഒരു ഭീകര കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നില്ല. ഒരു ഭീകരർക്കും ഇന്ത്യ താവളമൊരുക്കി പരിശീലനം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്രമണം പാകിസ്ഥാൻ തിരിച്ചു നടത്തുക എളുപ്പമല്ല. പാകിസ്ഥാൻ തിരിച്ചു നടത്തുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കോ സൈനിക കേന്ദ്രങ്ങളിലേക്കോ ആകും പാകിസ്ഥാന്റെ അങ്ങനെ ഒരു ആക്രമണം. പാകിസ്ഥാൻ മുതിർന്നാൽ അതിന് മുതിരില്ല എന്ന് തന്നെയാണ്, അതിനുള്ള ധൈര്യം പാകിസ്ഥാൻ കാണിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പാക് സ്പോക്സ്മാന്റെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ കാഷ്വാലിറ്റി സംബന്ധിച്ചിടത്തോളം മരണം സംഭവിച്ചിട്ടില്ല. നേരത്തെ നമ്മൾ വാർത്തകൾ ഉണ്ടായിരുന്നു, ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് ഈ ഭീകരരെ മുഴുവൻ അതിർത്തിയിലെ ഈ ഭീകര കേന്ദ്രങ്ങൾ മാറ്റി സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റിയെന്ന രീതിയിൽ. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ അവകാശപ്പെടുന്ന അനൌദ്യോഗികമായെങ്കിൽ പോലും 200-നും 300-നും ഇടയ്ക്കുള്ള കാഷ്വാലിറ്റീസ് ആണ്. എന്തായിരിക്കും സാധ്യത? ഈ പൂർണ്ണമായും ഇവരെ മാറ്റിയ പശ്ചാത്തലത്തിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമില്ലല്ലോ. രജിത്, ഈ വ്യോമാക്രമണത്തിനുള്ള ഒരു കാരണം അതുതന്നെയാണ്. അതായത് അതിർത്തിയിൽ നടന്നു ചെല്ലാൻ പറ്റുന്ന, അതല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന് ഒരു രാത്രി കൊണ്ട് എത്തി നടപടി തിരിച്ചു വരാൻ പറ്റുന്ന അടുത്തുള്ള അതിർത്തിയിൽ നിന്ന് മുഴുവൻ പാകിസ്ഥാൻ ഈ ഭീകരത്താവളങ്ങൾ ഒഴിപ്പിക്കുകയും ഭീകരരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതാണ് ഈ വ്യോമാക്രമണത്തിൻ്റെ മറ്റൊരു കാരണം കൂടി. ഈ വ്യോമാക്രമണത്തിൽ യുദ്ധവിമാനം കടന്നു ചെന്ന് ആക്രമണം നടത്തി തിരിച്ചു വരുന്ന, അതായത് 21 മിനിറ്റ് അല്ലെങ്കിൽ 22 മിനിറ്റ് ആണ് ഈ ആക്രമണത്തിന് എടുത്തതെന്ന് പറയുമ്പോൾ 11 മിനിറ്റ് ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 11 മിനിറ്റ് എടുത്തിരിക്കുന്നു. അതായത് യുദ്ധവിമാനങ്ങളുടെ ഒരു വേഗം അനുസരിച്ചാണെങ്കിൽ 11 മിനിറ്റ് കൊണ്ട് കിലോമീറ്ററുകൾ തന്നെ യുദ്ധവിമാനത്തിന് ഉള്ളിലേക്ക് കടന്നു കയറാൻ സാധിക്കും, പറന്നു ചെല്ലാൻ സാധിക്കും. അപ്പോൾ ഈ അതിർത്തിയിൽ നിന്നും അല്ലെങ്കിൽ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും ഒരുപാട് ഉള്ളിലേക്കുള്ള 50 കിലോമീറ്റർ അകലെ, തീർച്ചയായും അത്ര ഉള്ളിലേക്ക് കടന്നു തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് പാകിസ്ഥാൻ ഈ ഭീകരരെ അതിർത്തിയിൽ നിന്നും ഒഴിപ്പിച്ച് കൊണ്ടുപോയി ഒരു സേഫ് സോണിലേക്ക് എത്തിച്ച് താവളം ഒരുക്കി കൊടുക്കുകയായിരിക്കണം ഒരുപക്ഷെ ചെയ്തിരുന്നത്. അവിടെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യ ഇതിന്റെ മുഴുവൻ തെളിവുകളോടെ തന്നെ രാജ്യാന്തര സമൂഹത്തെ സമീപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള രാജ്യാന്തര തലത്തിലെ പ്രമുഖർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സ്ഥിതി വളരെ വഷളാണ് എന്നും ഇന്ത്യ ഏത് തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ, അതിൽ നിലപാടുകൾ പ്രഖ്യാപിച്ചിരുന്നു. അതുപോലും ഇന്ത്യയുടെ ഈ ഒരു നിലപാടിനെ, ഇന്ത്യയുടെ ഈ ഒരു തീരുമാനത്തെ അതുപോലും സ്വാധീനിച്ചില്ല. അതുപോലും ഇന്ത്യയുടെ ഈ തീരുമാനം തിരിച്ചടിക്കുമെന്നുള്ള ഇന്ത്യയുടെ ഈ തീരുമാനത്തെ ആ ഒരു നടപടിക്ക് പോലും
പോലും ചെറുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഇന്ത്യ വളരെ വ്യക്തമായ ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ മാത്രമേ ഇന്ത്യക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഈ മാസം മാത്രമേ ഇന്ത്യക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണമുണ്ട് അതിന്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. രാജ്യത്താകെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ത്യ കടക്കാൻ പോവുകയാണ്. അടുത്ത മാസം ആദ്യ ആഴ്ചയോടെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിനു മുമ്പ് തന്നെ ഇതിനൊരു മറുപടി നൽകി ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത മറുപടി നൽകണമെങ്കിൽ അടുത്ത സർക്കാരിന് വരേണ്ടി വരും. അല്ലെങ്കിൽ അത് ഒരു BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ഒരു ഇലക്ഷൻ സ്റ്റണ്ടായും ഒരു ഇലക്ഷൻ പ്രൊപ്പഗാൻഡയായും മറ്റും വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് ഏറ്റവും നിർണായകം. ഉണ്ണിയും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഉണ്ണി, ഇപ്പോൾ പാക് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പ്, അതിൽ പറഞ്ഞിരിക്കുന്നത് ആക്രമണം നടത്താൻ ഇന്ത്യയുടെ പോർവിമാനങ്ങൾ ശ്രമിച്ചു, പക്ഷേ തങ്ങൾ തിരിച്ചടിച്ചു. വീണ്ടും അവർ അങ്ങനെ തന്നെ ആവർത്തിക്കുകയാണ്, തിരിച്ചുപോയി. പ്രധാന കേന്ദ്രങ്ങളൊന്നും തകർക്കാനായിട്ടില്ല. ഒപ്പം കാഷ്വാലിറ്റീസ്, മരണങ്ങളൊന്നും സംഭവിച്ചിട്ടുമില്ല. ഇന്ത്യ പക്ഷേ അവകാശപ്പെടുന്ന അനൌദ്യോഗികമായെങ്കിൽ പോലും 200-നും 300-നും ഇടയ്ക്കാണ്. ഈ പാകിസ്ഥാന്റെ അവകാശവാദത്തിന് പിന്നിൽ എന്താണ്? ഈ ഭീകര കേന്ദ്രങ്ങൾ, ഈ കൺട്രോൾ യൂണിറ്റുകൾ അടക്കം തകർക്കുന്നതിനപ്പുറത്ത് ഭീകരരെ വധിക്കാൻ ഇന്ത്യക്കായില്ല. ആ രീതിയിലും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഇക്കാര്യത്തിലൊക്കെ ഒരു വിശദീകരണങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും എന്താണ് ഉണ്ടാകുന്നത്? രഞ്ജിത്ത്, അതായത് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പുതിയ വിവരം, അത് വാർത്താ ഏജൻസിയായ PTI തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാർത്താ ഏജൻസിയായ PTI പറഞ്ഞിരിക്കുന്നത് ഈ ആക്രമണം നടന്നിരിക്കുന്നത് പാക് മണ്ണിലുള്ള ബാലാക്കോട്ടിൽ തന്നെയാണ്. അല്ലാതെ പാക് അധീന കശ്മീരിലുള്ള ബാലാക്കോട്ടിലല്ല, മറിച്ച് പക്തുൻഖ്വ പ്രവിശ്യയിലുള്ള ബാലാക്കോട്ടിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നിയന്ത്രണ രേഖയിൽ നിന്നും കടന്ന് പാക് അധീന കശ്മീരിൽ നിന്നും വളരെ അകത്തോട്ട് ചെന്ന് പാക് മണ്ണിലുള്ള മേഖലയിലെ ഭീകര കേന്ദ്രങ്ങളിൽ തന്നെ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വാർത്താ ഏജൻസിയായ PTI ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത. അതായത് പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം ഇപ്പോൾ PTI പുറത്തുവിട്ടിരിക്കുന്നത്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. അതായത് അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നത് പൂഞ്ചിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ബാലാക്കോട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് മാറി പാക് അധീന കശ്മീരിൽ നിന്നൊക്കെ മാറി പാകിസ്ഥാന്റെ തന്നെ അധീനതയിലുള്ള ബാലാക്കോട്ട് എന്ന പ്രദേശം ഉണ്ടായിരുന്നു. ഇതിൽ എവിടെയാണ് ആക്രമണം നടന്നതെന്ന അവ്യക്തതയുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ PTIയുടെ ഈ വാർത്ത പ്രകാരമാണെങ്കിൽ കൃത്യത വരുന്നത് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള മണ്ണിൽ തന്നെ കടന്നുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളത്. സാധാരണ രീതിയിൽ നേരത്തെ മിന്നലാക്രമണം ഒക്കെ നടത്തിയപ്പോൾ പാക് അധീന കശ്മീരിലെ ഭീകര താവളങ്ങൾക്കെതിരെയാണ് ആക്രമണം നടന്നിരുന്നത്. തർക്ക മേഖലയായിരുന്നു അത് ഉണ്ടായിരുന്ന പ്രദേശം. എന്നാൽ തർക്കങ്ങളൊന്നുമില്ലാത്ത പാക് മണ്ണിൽ ആക്രമണം നടത്തുമ്പോൾ അത് യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങളെ എത്തിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു ആക്രമണം നടന്നിരുന്നെങ്കിൽ പാകിസ്ഥാൻ അതിനെ ഏത് തരത്തിൽ തിരിച്ചടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയും, അത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് എത്തുമോ എന്ന കാര്യവും അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. ഔദ്യോഗികമായി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സൈന്യം തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണം നൽകും. കഴിഞ്ഞ 1.5 മണിക്കൂറായി വലിയൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ഏത് മേഖലയിലാണ് കൃത്യമായി ആക്രമണം നടന്നത് എന്നത് സംബന്ധിച്ച് PTIയുടെ ഈ വാർത്ത പുറത്തു വരുന്നതോടുകൂടി അക്കാര്യത്തിൽ വലിയ സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ട്. അതേസമയം പാക് സൈനിക വക്താവിന്റെ ട്വീറ്റുകളിൽ തന്നെ വലിയ വൈരുദ്ധ്യമുണ്ട്. പുലർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ 4-5 ട്വീറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ട്വീറ്റിൽ, അതായത് രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ആ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് ബാലാക്കോട്ട് മേഖലയുടെ കാര്യം പറയുന്നേയില്ല, മറിച്ച് പാകിസ്ഥാന്റെ അധീനതയിലുള്ള കശ്മീർ മേഖലയിലാണ് ഈ ഇന്ത്യയുടെ നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ പോർ വിമാനങ്ങൾ അതിർത്തി മറികടന്നുകൊണ്ട് അവിടെ മാത്രമാണ് എത്തിയിരിക്കുന്നത്. അതായത് 4-5 മൈൽ അകലെ മാത്രമാണ് എത്തിയിരിക്കുന്നത് എന്ന ഒരു വിശദീകരണമാണ് അവർ നൽകുന്നത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർ പറയാൻ ശ്രമിക്കുന്നത് വലിയ തരത്തിലുള്ള ആക്രമണം ഒന്നും ഉണ്ടായിട്ടില്ല, 4-5 മൈൽ മാത്രമാണ് പരമാവധി ഈ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമം നടന്നിട്ടുള്ളത്. അതിനുശേഷം പാക് സൈന്യം തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നുപോയി, രക്ഷപ്പെട്ടുപോയി എന്നാണ് പാകിസ്ഥാൻ ഇതിന് പറയുന്ന നറേറ്റീവ്. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്നാണ് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കൃത്യമായി വരുന്ന വിവരങ്ങൾ. കൃത്യം 21 മിനിറ്റോളം ആക്രമണം നടന്നിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര താവളങ്ങൾ ആൽഫ 3 കൺട്രോൾ റൂം അടക്കം ആക്രമിച്ചുകൊണ്ട് തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 200 മുതൽ 300 വരെ ഗുരുതരമായ പരിക്കുകളും കൊല്ലപ്പെടലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ ആക്രമണത്തിൽ എന്നാണ് ഇന്ത്യൻ സൈന്യം പറയുന്ന വിവരം. ഏതായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം തന്നെ പുറത്തുവരും അല്പസമയത്തിനകം. ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതിയുടെ യോഗം പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ. പ്രധാനമന്ത്രിയും പ്രമുഖ കേന്ദ്രമന്ത്രിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഒപ്പം വ്യോമ മേധാവിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൃത്യമായി നടന്നിരിക്കുന്ന ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ ഈ യോഗത്തിൽ വിശദീകരിക്കും. അതിനുശേഷമായിരിക്കും സൈന്യത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഔദ്യോഗികമായ പ്രതികരണം ഇക്കാര്യത്തിൽ പുറത്തുവരിക.
ഉണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. ഉണ്ണിക്ക് കുറച്ചുകൂടി വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഏതായാലും ഓരോ നിമിഷവും പുതിയ പുതിയ വാർത്താക്കുറിപ്പുകൾ പുറത്തുവരുന്നു പാക് സൈന്യത്തിന്റെ ഭാഗത്ത് നടക്കും. ശ്രീലാൽ, ഈ ബാലാക്കോട്ട് എന്ന് പറയുന്ന സ്ഥലം അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തന്നെയാണ് എന്നാണ് അറിയുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലനം നടക്കാൻ, അവരുടെ ഭീകര കേന്ദ്രങ്ങളടക്കം അവിടെ അണികളെ ജെയ്ഷെ മുഹമ്മദ് തലവന്മാർ അഭിസംബോധന ചെയ്തതും ബലാക്കോട്ടാണ്. അതിന് തൊട്ടടുത്താണ് നേരത്തെ ഉസാമ ബിൻ ലാദൻ താമസിച്ചിരുന്ന സ്ഥലം. അവിടെ അമേരിക്ക കയറി അറ്റാക്ക് ചെയ്തൊക്കെ നമുക്ക് മറക്കാനായിട്ടില്ല. അവിടേക്ക് അതിന്റെ അടുത്തേക്ക് 200 കിലോമീറ്റർ മാത്രമാണ് ഇസ്ലാമാബാദിൽ നിന്ന് ബലാക്കോട്ടിലേക്കുള്ളത്. 50 കിലോമീറ്ററോളം അകത്ത് കയറി ബലാക്കോട്ടിൽ കയറി ആക്രമിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ണി പറഞ്ഞതുപോലെ യുദ്ധസമാനമായ അന്തരീക്ഷം തന്നെയാണ്. പ്രത്യേകിച്ചും സിംല കരാറിന്റെ ലംഘനം അത്രത്തോളം കൃത്യമായി പ്ലാൻ ചെയ്ത് തെളിവുകൾ ശേഖരിച്ച് അവിടെ ഭീകരരുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ച് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ആക്രമണം എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും രഞ്ജിത്ത്, ഇവിടെ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള അതൊരു ചടങ്ങ് മാത്രമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് മാത്രം വെച്ചുകൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇവിടെ ഇന്ത്യ ചെയ്തിരിക്കുന്നത് പുൽവാമ ആക്രമണത്തിന് പകരം വീട്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയുടെ മുന്നിലുള്ള ഏക കാര്യം പുൽവാമ ആക്രമണത്തിന് പകരം വീട്ടുക, അല്ലെങ്കിൽ അതിന് മറുപടി നൽകുക എന്നുള്ളത് തന്നെയാണ്. അത് എങ്ങനെ എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിനായിരുന്നു കൃത്യമായ മറുപടി ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം, റോ അടക്കമുള്ള ഇന്റലിജൻസ് ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. ആ കണ്ടെത്തിയതാണ് ഈ പറയുന്ന തലത്തിലുള്ള ഒരു വ്യോമാക്രമണം. ആ ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് നടത്തുമ്പോൾ ഇന്ത്യ ഒരു കാരണവശാലും എന്താകും രാജ്യാന്തര തലത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടാകും. പക്ഷേ അത് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് ഒരു ഉപാധിയായി കണ്ടിട്ടുണ്ട്. അത് മാത്രമായിട്ട് ഉണ്ടാവില്ല. അതിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാലും ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ ന്യായീകരിക്കാൻ കൃത്യമായ തെളിവുകൾ ഇന്ത്യയുടെ പക്കൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഒരു കാരണവശാലും ഇന്ത്യ ഒരു സിവിലിയൻ മേഖലയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി എന്ന അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുകയില്ല. അത് ഖണ്ഡിക്കുന്ന തെളിവുകൾ ഇന്ത്യ പുറത്തുവിടുക തന്നെ ചെയ്യും. തീർച്ചയായും അത്തരത്തിലാണ് കാര്യങ്ങൾ. ഉണ്ണി ഒരിക്കൽ കൂടി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. ഉണ്ണി, ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ സമ്മതിക്കുന്നില്ല, അവർക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് സമ്മതിക്കാൻ അവർക്കാകുന്നില്ല. ഇത്രത്തോളം ജാഗ്രത കാട്ടിയിട്ടും ഭീകരരെ അടക്കം അതിർത്തിയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും പുൽവാമ ആക്രമണം നടന്ന് ഏതാണ്ട് 12 ദിവസം പിന്നിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് എല്ലാ ജാഗ്രതയും ഉണ്ടായിട്ടും കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇന്ത്യക്കായി. അത്തരത്തിലൊരു പരാജയം സമ്മതിക്കാതിരിക്കുക, അത്തരത്തിൽ ഒരു തന്ത്രം കൂടി ഈ പത്രക്കുറിപ്പുകൾ പുറത്തുവിടുന്നതിലൂടെ തങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നതിലൂടെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഇതൊരു സൈക്കോളജിക്കൽ ഓപ്പറേഷൻ കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. യുദ്ധത്തിൽ പതിവായി ഉപയോഗിക്കുന്ന ഒരു രീതി കൂടിയാണിത്. തിരിച്ചടി ഏറ്റുകഴിഞ്ഞാൽ തിരിച്ചടി ഇല്ല എന്ന് മുൻകൂറായി തന്നെ പറയുകയും ആ ഓപ്പറേഷൻ തന്നെ പരാജയപ്പെട്ടു എന്ന് പറയുന്ന ഒരു പ്രതികരണമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് കണ്ടത്. നേരത്തെ മിന്നലാക്രമണത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, മിന്നലാക്രമണം നടക്കുന്നു, വലിയ ആക്രമണം നടത്തിയതിനു ശേഷം ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ശേഷം പാകിസ്ഥാൻ അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടേ ഇല്ല എന്ന മട്ടിലായിരുന്നു പ്രതികരണങ്ങൾ പുറത്തുവിട്ടിരുന്നത്. ഇതിപ്പോൾ ഇന്ത്യ സ്വാഭാവികമായും ഇത്രയും വലിയ ആക്രമണം നടന്നിട്ടുണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കും ഇന്നത്തെ ദിവസം വരും മണിക്കൂറുകളിലെന്ന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ നേരത്തെ പുലർച്ചെ 5 മണിയോട് കൂടി തന്നെ പാക് സൈനിക വക്താവ് പറഞ്ഞു ഇന്ത്യയുടെ വിമാനങ്ങൾ പാക് മണ്ണിലേക്ക് കയറാൻ ശ്രമിച്ചു, എന്നാൽ പാകിസ്ഥാൻ അതിനെ തിരിച്ചയച്ചു. ആ വിമാനങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പറന്നുപോയി. അപ്പോൾ സ്ഫോടക വസ്തുക്കൾ ഉപേക്ഷിച്ചു എന്നാണ് അവരുടെ ആദ്യമേ ഇതിനൊരു രീതി, ഒരു വായ്ത്താരി ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നത്. പക്ഷേ അതിനുള്ള മറുപടിയാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ഉന്നത സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 5 പാക് സൈനിക ഉദ്യോഗസ്ഥർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവരുടെ മൃതദേഹം ബലാക്കോട്ടിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് അങ്ങനെയാണെങ്കിൽ ഈ ആക്രമണം ഭീകരർക്കും ഒപ്പം ഭീകരർക്ക് പിന്തുണ നൽകിയ പാക് സൈനിക ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഈ ഒരു ആക്രമണത്തിൽ ജീവനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം ഈ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ മനസ്സിലാക്കാൻ. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി തന്നെ മാറും. ഇപ്പോൾ പറയുന്ന ഈ പ്രതിരോധങ്ങളൊന്നും നിലനിൽക്കില്ല എന്ന മട്ടിൽ കാര്യങ്ങൾ വരും. പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ആക്രമണത്തിന് ശ്രമിച്ചു എന്നൊരു ആരോപണമാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത്. അത് അവർക്ക് തിരിച്ചടിക്കുള്ള ഒരു കാരണമാക്കി മാറ്റാൻ നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ ഒപ്പം അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ അത് പറയുമെങ്കിലും ഇന്ത്യക്ക് കൃത്യമായ ഒരു പ്രതിരോധത്തിനുള്ള ന്യായമുണ്ട്. കാരണം പാക് മണ്ണിൽ നിന്നുള്ള ഭീകരർ ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടത്തുകയാണ്. 40 ജവാന്മാരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. വീണ്ടും കശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഭീകരർ ശ്രമിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ നടപടിയെടുക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ മണ്ണിൽ നിന്നുള്ള ഭീകരവാദത്തെ തകർക്കാനാണ് ഇന്ത്യ ശ്രമം നടത്തിയിരിക്കുന്നത് എന്ന കൃത്യമായ വളരെ ശക്തമായ
പ്രതിരോധം മുന്നോട്ട് വയ്ക്കാൻ ഇന്ത്യക്കും കഴിയും. ശ്രീ, ഇത്തരത്തിലാണ് 5 പാക് ആർമിയിൽപ്പെട്ട 5 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു ആക്രമണമായി മാറുകയാണ്. ഈ ഭീകരർ മാത്രമല്ല, അവരെ പിന്തുണച്ചിരുന്ന പാക് സൈന്യത്തിനും ശക്തമായ തിരിച്ചു നൽകാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ തന്ത്രപ്രധാനമായ രീതിയിൽ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്ത ഈ വിഷയത്തിന്റെ വലിയൊരു വിജയമായി മാറണം എന്ന് തന്നെ വേണ്ട കരുതാൻ. തീർച്ചയായും രഞ്ജിത്ത്, എന്തായാലും പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഒരു കാരണവശാലും പാകിസ്ഥാൻ സ്ഥിരീകരിക്കില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ ഇന്ത്യ ഈ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ട ജയ്ഷെ ഭീകരരെ പോലും അവർ അവിടുത്തെ സാധാരണ സിവിലിയൻസ് ആയിട്ട് മാത്രമേ ചിത്രീകരിക്കുകയുള്ളൂ. കാരണം അല്ലാത്ത പക്ഷം പാകിസ്ഥാന് ഇക്കാര്യത്തിൽ ഒരു നിലപാട് അംഗീകരിക്കേണ്ടി വരും. അതായത് പാക് മണ്ണിൽ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് താവളം ഒരുക്കിയിരുന്നു, ഭീകരർക്ക് താവളം ഒരുക്കിയിരുന്നു എന്നുള്ള കാര്യം അംഗീകരിക്കേണ്ടി വരും. അതിനൊരു കാരണവശാലും പാകിസ്ഥാൻ തയ്യാറാവുകയില്ല. പക്ഷേ നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്, കൃത്യമായിട്ടുള്ള ബങ്കറുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നമ്മൾ നടത്തിയത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രതിരോധ വക്താക്കളിൽ നിന്നും പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിലും കൃത്യമായും അളന്നു തൂക്കിയുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു ഉണ്ടായത്. അല്ലാതെ ഒരു ആക്രമണത്തിന് ഇന്ത്യക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവസരമില്ല, ഇന്ത്യക്ക് സാധ്യമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 12 ദിവസം കാത്തിരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു ആക്രമണമായിരുന്നുവെങ്കിൽ, വെറുമൊരു പ്രത്യാക്രമണമായിരുന്നുവെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ, പുൽവാമ ആക്രമണത്തിൻ്റെ അടുത്ത ദിവസം തന്നെ ഇന്ത്യക്ക് തിരിച്ചടിക്കാമായിരുന്നു, പ്രതികരിക്കാമായിരുന്നു. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല പ്രതികരിച്ചത്. ഇന്ത്യ അതിന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ചു. അതിനാവശ്യമായ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവരങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയിരുന്നു. അത് ശേഖരിച്ച ശേഷം മാത്രമാണ് ഇന്ത്യ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് പാകിസ്ഥാൻ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അത് അവരുടെ സിവിലിയൻസായി മാറ്റുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാദം അംഗീകരിക്കുകയാണെങ്കിൽ അവിടുത്തെ സേനയോട് പാകിസ്ഥാൻ മറുപടി പറയേണ്ടി വരും. അവരുടെ സേനയുടെ ആവശ്യങ്ങൾ പാകിസ്ഥാൻ അംഗീകരിക്കേണ്ടി വരും. അത്തരമൊരു നിലപാടിലേക്കൊന്നും പാകിസ്ഥാൻ പോകുകയില്ല. പാകിസ്ഥാൻ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്ന നിലപാടുകളുമായി വരുന്ന മണിക്കൂറിൽ രംഗത്ത് വരും. ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെ വലിയ ഭീഷണികളുമായുള്ള ഭീഷണി സ്വരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് വരാനാണ് സാധ്യത. 100 കിലോമീറ്റർ 50 കിലോമീറ്റർ പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള കശ്മീരിനുള്ളിൽ 50 കിലോമീറ്റർ പറന്ന് എന്ന് നടത്തിയ ആക്രമണം ശരവേഗത്തിൽ ബലാക്കോട്ടിലെത്തി ബോംബ് വർഷം തുടങ്ങി. അതിനുശേഷം ജെയ്ഷെ മുഹമ്മദ് 2 താവളങ്ങൾ കൂടി തകർത്തു. കൃത്യമായ ഇന്റലിജൻസ് സംവിധാനങ്ങളോടുകൂടിയുള്ള ആക്രമണം, ബോംബിടേണ്ട സ്ഥലങ്ങളുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ തയ്യാറാക്കിയായിരുന്നു ഇന്ത്യൻ സേന തിരിച്ചടിച്ചത്. വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചു. ലോകരാജ്യങ്ങളെ തന്നെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നും അറിയുന്നു. അത് തന്നെയാണ് അമേരിക്കയുടെ അടക്കം പിന്തുണ ഇക്കാര്യത്തിൽ ഇന്ത്യ തേടിയിരുന്നു. ലോകരാജ്യങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി അടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഈ ആക്രമണം പോലും അമേരിക്കയെ അറിയിച്ചിരുന്നുവെന്നാണ് ചില സോഴ്സുകളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ. തീർച്ചയായും രഞ്ജിത്ത്, അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ 2 നിലപാട് സ്വീകരിക്കുക സാധ്യമല്ല. അമേരിക്കയെ ആക്രമിക്കുമ്പോൾ അമേരിക്ക തിരിച്ചടിക്കും. അമേരിക്കയ്ക്ക് ഭീഷണി ഉണ്ടെങ്കിൽ അമേരിക്ക ലോകത്തെവിടെയും കടന്നു ചെന്ന് പ്രതികരിക്കും. പക്ഷേ മറ്റു രാജ്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ അമേരിക്കയ്ക്ക് സാധ്യമല്ല. അവിടെയാണ് നേരത്തെ പറഞ്ഞത്, തീർച്ചയായും ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള, എവിടെയാണ് ആക്രമിച്ചിരിക്കുന്നത്, എവിടെയാണ് ആക്രമിക്കാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്കും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ സാധിക്കാതെ പോയത്. തീവ്രവാദം ഇന്ത്യ മാത്രം നേരിടുന്ന ഒരു വിഷയമല്ല. തീവ്രവാദം എന്ന് പറയുന്നത്, ഭീകരവാദം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ പ്രമുഖ എല്ലാ ലോകരാജ്യങ്ങളും നേരിടുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ്. അത് ഉന്മൂലനം ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വേണം എന്ന് മുൻപ് കാട്ടിത്തന്നത് ഇന്ത്യ അല്ല. മുൻപ് കാട്ടിത്തന്നത് അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളുമാണ്, ബ്രിട്ടൻ അടക്കമുള്ള ലോകരാജ്യങ്ങളാണ്. അവർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ള ചോദ്യത്തിന്റെ അവസരം നൽകാൻ ഒരിക്കലും അമേരിക്ക തയ്യാറാകില്ല. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലയിൽ ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാടിനെ അങ്ങനെ കണ്ണുമടച്ച് എതിർക്കുക സാധ്യമല്ല. ഇന്ത്യ അതിനപ്പുറത്തേക്കുള്ള, അങ്ങനെ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങുന്ന, അമേരിക്ക പറഞ്ഞെടുത്ത് നിൽക്കുന്ന ഒരു രാജ്യത്ത് നിന്നും ഇന്ത്യ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം അതിർത്തി കാക്കുന്നതിന്, സ്വന്തം സിറ്റിസന്റെ പൗരന്മാരുടെ ജീവൻ കാക്കുന്നതിനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചാൽ അതിനെ അമേരിക്കയ്ക്ക് ഒരു പക്ഷേ അതിനോട് വിയോജിക്കാൻ സാധിക്കുമായിരിക്കാം, അല്ലെങ്കിൽ അതിനെ ഒരു പക്ഷേ തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്താൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനെ എതിർക്കുക, അതിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുക എളുപ്പമല്ല. നമ്മൾ ആണവ പരീക്ഷണ സമയത്ത് കണ്ടതാണ്. ആണവ പരീക്ഷണ സമയത്ത് വലിയ നിരോധനങ്ങൾ ഇന്ത്യക്ക് മേലിൽ അടിച്ചേൽപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു. അതിനെല്ലാം നമ്മൾ മറികടന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് അമേരിക്കയും കാണേണ്ടത്. അങ്ങനെ തന്നെയായിരിക്കും അമേരിക്ക ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടാവുക. ഉണ്ണി ചേരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്, വലതുഭാഗത്ത് കാണുന്ന ദൃശ്യങ്ങൾ, അത് യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിന് ശേഷം സുരക്ഷാ ചുമതലയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, പ്രതിരോധ മന്ത്രി,
അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രി അടക്കം തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ്. യോഗം അവസാനിച്ചു എന്ന് വേണം കരുതാൻ. ഇന്ത്യ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ആക്രമണ പദ്ധതി അതിർത്തി കടന്ന് പാകിസ്ഥാനെ അടിച്ചു. അത്തരത്തിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമുണ്ടാക്കി, ഭീകരകേന്ദ്രങ്ങൾ തകർത്തു. അക്കാര്യങ്ങളൊക്കെ സൈന്യ വൃത്തങ്ങൾ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. ആ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്ന കാര്യം ഇനി ഏത് നിമിഷവും ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ ഉണ്ടാകും. ആ സ്ഥിരീകരണം രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ചെറിയ സ്ഥിരീകരണങ്ങൾ, ചെറിയ രീതിയിലുള്ള യെസ് എന്നുള്ള രീതിയിലുള്ള സ്ഥിരീകരണമാണ് വരുന്നതെങ്കിൽ വ്യക്തമായും വ്യോമസേനയോ സൈനിക വൃത്തങ്ങളോ വാർത്താസമ്മേളനം വിളിച്ച് തന്നെ ഇക്കാര്യത്തിൽ എന്താണ് ഉണ്ടായതെന്ന് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തും. ഇനി അത് നീട്ടിക്കൊണ്ടുപോവുകയില്ല. കാരണം ഈ ആക്രമണം സംബന്ധിച്ച് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിരുന്നു രാവിലെ തന്നെ. അതിനുശേഷം പ്രധാനമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ചർച്ച നടത്തി. അതിനുശേഷം മറ്റ് സൈനിക വൃത്തങ്ങളുമായും ഉദ്യോഗസ്ഥരുമായും എല്ലാം കൂടിയാലോചന കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയിലാണ് കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങൾ വരുന്നത്. തൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളോട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകേണ്ട ബാധ്യതയും കടമയും പ്രധാനമന്ത്രിക്കുണ്ട്. ആ നടപടി കൂടി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. ആ നടപടി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാകും. ഈ കേന്ദ്ര വൃത്തങ്ങളാകുമോ അതോ സൈനിക വൃത്തങ്ങളുടെ എങ്ങനെയാണ് അതിന്റെ നടപടി? സൈനിക ആസ്ഥാനത്ത്, അതായത് പ്രതിരോധ മന്ത്രാലയത്തിലുള്ള വാർത്താ സമ്മേളന വേദിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് ആകും ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുക. അല്ലാതെ മറ്റ് രീതിയിലുള്ള രീതിയിൽ ആകില്ല. കാരണം ഒരു പക്ഷേ ഇതിനോടൊപ്പം തന്നെ രാത്രി ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ഔദ്യോഗികമായി സർക്കാർ പുറത്തുവിട്ടേക്കും. കാരണം സർക്കാരിന് ഇവിടെ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രാജ്യം ചോദിച്ച ചോദ്യമാണ് പുൽവാമ ആക്രമണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ഇസ്ലാമാബാദിൽ നിന്ന് എക്സ്പ്രസ് ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജബ്ബാർ ചൗധരി ചേരുന്നു. ജബ്ബാർ, ഗുഡ് മോർണിംഗ്. Can I call it a good morning or it's a bad morning for you there? Yeah, it's a good morning, Satish. Srila, it's a good morning. Good morning. We are actually... Jabbar, happy to hear that it's a good morning for you, but there are reports that a lot of activities are happening across the border. You have any report on that? Yes, Srila, what getting the reports from the line of control is this is that only 3 to 4 Indian planes have violated the line of control and they intruded into Pakistan only onto 3 to 4 miles. But the Pakistani Air Force was ready here and they replied. The befitting reply to Indian planes and in haste. The Indian planes went back, sent back to where from they came, and the Indian planes also the drop their payloads, and our DGICR shares 3 to 4 pictures with the payload of Indian planes. Jabbar, but the information we are getting here from our sources here is that about 12 Indian Air Force fighter jets crossed the LOC. They crossed into around almost 50 kilometers inside Pakistan, and then they attacked terror camps in Balakot. This is what the information we are getting from our side. Also, we are getting the information that around 300 to 400 terrorists were killed in this attack. So, any information on that? Any confirmation in this regard? Look, Srila. If you go on the Google map and write the name of the city, the Balakot, you can see this. The Balakot, the Balakot is on the LOC, the small village on line of control inside Pakistan. So only 2 or 3 miles inside Pakistan. So the reports of getting in the 50 to 60 kilometers is totally exaggerated. And only 3 to 4 kilometers, the Indian Air Force, the fighter jets of Indian Air Force came in only 2 to 3 kilometers in Pakistan. This is a fact. This is the news that we are getting in, and no harm to infrastructure even, and no casualties, no injured, and only the payload we are, and the picture of it we are getting in the only under the fair enough, Jabbar, but I accept your point. Okay, maybe it is 3 to 4 miles from the border, this Balakot. Maybe Indian Air Force fighters have crossed Balakot also, but let us wait for the clearance from the authorities. But
Let me ask you, even if it is 3 kilometers or 4 kilometers inside, 4 miles inside Pakistan, what is Pakistan's reaction on this? What is Pakistan planning to do on this? Because anyway, Indian fighters have crossed the LOC and they have crossed into Pakistan. Look, the Pakistani authorities just called a meeting to consultate to look at the situation. Because here, there might be. I was searching some Indian channels, and they are reporting that very exaggeratedly that there's a war in Pakistan. But I assure you, what's in Pakistan. Jabbar, one second. Jabbar, one minute. Let me interfere here. Central Minister and Mr. Prakash Javadekar is meeting the press, the media here. Let us go to that. ये बहुत जबरदस्त देश के रक्षा के लिए आवश्यक कदम उठाया है सेना ने, और सेना को इस तरह के कदम उठाने की छूट प्रधानमंत्री नरेंद्र मोदी जी ने दी थी। अब सेना के पीछे पूरा देश खड़ा है। പ്രതീക്ഷിച്ചതുപോലെ പ്രധാനമന്ത്രിക്ക് ശ്രേയസ് ചാർത്തിക്കൊടുക്കുകയും സൈന്യത്തിനൊപ്പം മുഴുവൻ സൈന്യത്തിനൊപ്പമുണ്ട് എന്ന പ്രതികരണവുമായി പ്രകാശ് ജാവ്ദേക്കർ. ജബർ, ഐ ഹോപ്പ് യു ആർ സ്റ്റിൽ വിത്ത് മീ. Yeah. That was a reaction from the government side. Jabbar, look, here what we were talking about is that what will be Pakistan going to do on this when anyway it is clear that Indian fighter jets have crossed the border. Here the question is, it is evident that after Pulwama there could be a reaction from Indian side. There are reports that the terror camps near to the LOC were being vacated and they being taken to safe zones. So, was it an expected one? Was Pakistan expecting India to cross the LOC or to retaliate in this way? Actually, Sheila, we are in Pakistan. We are anticipating such foolish and such kind of act. Because there is a reason behind it. We in Pakistan, we were very well known that there in the election year of India here in India, and this is very unfortunate that in India the elections are the only the issue in elections is the anti-India, anti-Pakistan. So we have seen these kind of patterns, these kinds of attacks, these kinds of tension in past as well. So we were anticipating that there much happened. So that this time the Pulwama happened, and we also anticipated while we were anticipating that these kind of the line of control one side and the attack or some kind of or the violation of LOCs was much happy. But much. Jabbar, then my next question, of course, will be what is Pakistan going to do? Because this is the second time India is crossing the LOC. First it was a surgical strike, but there was another government there in Pakistan that time. This time it is the fighter jets crossed LOC. Anyway, whether it is 3 kilometers or 4 kilometers or 4 miles or 50 kilometers as the Indian authorities claim, but it has anyway they have crossed. So this time it is a new regime there in Pakistan. It is the Prime Minister Imran Khan. So what is going to happen? What can we expect? From Prime Minister Imran Khan has yet to speak, but the first reactions is already given from the Pakistan Air Force. The Pakistani Air Force was actively, because the last day we had some information, because last day the Pakistani Army chief and went to the air headquarters and met with the Pakistani Air Force chief, and they were agreed to be ready for this kind of misadventure. So the repeated reply is already given from the Pakistani Air Force, but the reaction from the government side, and we are still awaiting. There is meeting underway in Islamabad. So whenever we are getting information, I'll definitely share with you what the official reaction of the Pakistani government. They're still waiting. Okay, thank you, Jabbar. Thanks for joining us in this morning. Let's hope that this won't escalate into any other
hardship. This won't escalate into any other kind of activities. Thank you for joining us, Mr. Jabbar. ഇപ്പോൾ ഉണ്ണി ദില്ലിയിൽ നിന്ന് ചേരുന്നു. ഉണ്ണി, ഇപ്പോൾ അല്പസമയം മുമ്പ് പ്രധാനപ്പെട്ട യോഗം അവസാനിച്ച് മന്ത്രിമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ മടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഔദ്യോഗികമായി പ്രധാനമന്ത്രിക്കാണ് ഈ ആക്രമണത്തിന്റെ പ്രശംസ മുഴുവൻ ചൊരിഞ്ഞുകൊണ്ടാണ് വാർത്താസമ്മേളനം നടത്തിയത്. പക്ഷേ സ്ഥിരീകരണമോ മറ്റു കാര്യങ്ങളോ ഒന്നും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അത് എപ്പോഴൊക്കെ പ്രതീക്ഷിക്കാം? കേന്ദ്രമെടുക്കുന്ന നിലപാടെന്താണ് ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, പ്രധാനമന്ത്രിയുടെ വസതിയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള യോഗം സമാപിച്ചിട്ട് അല്പസമയം കഴിയുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി ഈ സൗത്ത് ബ്ലോക്കിലുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്പസമയം മുമ്പാണ് ഇതുവഴി കടന്നുപോയത്. ഏതായാലും വളരെ നിർണായകമായ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. കാരണം നേരത്തെ മിന്നലാക്രമണം ഉണ്ടായപ്പോഴും സുരക്ഷാ സമിതിയുടെ യോഗം ചേരുന്നു. അതിനുശേഷമാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണവും വ്യക്തതയും ഒക്കെ വന്നിരുന്നത്. അതുപോലെ തന്നെയുള്ള നടപടികൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കരസേനയും വ്യോമസേനയും സംയുക്തമായി വാർത്താ സമ്മേളനം വിളിക്കുമെന്ന വിവരമാണ്, അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 11:30 മണിക്ക് വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറിന്റെ വാർത്താ സമ്മേളനവും നടക്കാൻ പോകുന്നുണ്ട്. ആ വാർത്താ സമ്മേളനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് ഇതുവരെയും അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനത്തെ സംബന്ധിച്ച് തന്നെ ആയിരിക്കണം ആ ഒരു വാർത്താ സമ്മേളനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. BSF അടക്കം അതിർത്തിയിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും അതീവ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശമാണ് സുരക്ഷാ ഉന്നത വൃത്തങ്ങളിൽ നിന്നും പോയിരിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തിരിച്ചടിക്കോ പ്രകോപനത്തിനോ ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ശക്തമായി ചെറുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആ തരത്തിൽ ഇന്ത്യൻ സേനയും പൂർണ്ണമായും സജ്ജമാകുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ, എത്രമേൽ നഷ്ടം പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് ഇനി കൃത്യമായ സ്ഥിരീകരണങ്ങളിലേക്ക് കടക്കേണ്ടതുള്ളത്. 5 പാക് ജവാന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല പാക് വിദേശകാര്യമന്ത്രി വിളിച്ചിരിക്കുന്ന അടിയന്തര യോഗം ഇപ്പോൾ ഇസ്ലാമാബാദിൽ പുരോഗമിക്കുകയാണ്. ആ യോഗത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നടപടികളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ രീതിയിൽ വരും മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ നടത്തിയിരിക്കുന്ന മിന്നലാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ നടത്തിയിരിക്കുന്ന വലിയ നീക്കത്തിന്റെ വിശദാംശങ്ങളും സ്ഥിരീകരണങ്ങളുമാണ് ഇനി പുറത്തു വരേണ്ടത്. പാകിസ്ഥാൻ മണ്ണിൽ വ്യോമാക്രമണം നടത്തി ഇന്ത്യയുടെ തിരിച്ചടി. 1972 സിംല കരാറിന് ശേഷം ആദ്യമായാണ് ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത്. ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചതായി പാകിസ്ഥാനും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം 11:30 മണിക്ക് ദില്ലിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകും എന്ന് കരുതാം. പക്ഷേ ആക്രമണം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുമ്പോഴും തങ്ങളുടെ ഭാഗത്ത് കാര്യമായ നാശനഷ്ടമുണ്ടായെന്നോ ഭീകരർ അടക്കം കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിലോ സ്ഥിരീകരണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അല്പം മുമ്പ് സംസാരിച്ച മാധ്യമപ്രവർത്തകരും ആ കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആ വിഷയത്തിൽ ഒരുപക്ഷെ നേരത്തെ ശ്രീലാൽ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഇത് മൂടിവെക്കാനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഏതായാലും വരും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇക്കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണം ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അല്പസമയത്തിന് തന്നെ പാക് മണ്ണിൽ ഭീകരാക്രമണത്തിനെതിരെ വ്യോമാക്രമണം നടത്തി തിരിച്ചടിച്ച് ഇന്ത്യ. പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. 1972 സിംല കരാറിന് ശേഷം പാക് മണ്ണിൽ കയറി ഇന്ത്യൻ വിമാനങ്ങൾ അടിച്ചിരിക്കുന്നു. ഏതാണ്ട് 4 കിലോമീറ്റർ അപ്പുറത്താണ് എന്ന് പറയുമ്പോഴും അതിന് കൃത്യമായ സ്ഥിരീകരണം വന്നിട്ടില്ല. 200 മുതൽ 300 വരെ ഭീകരർ കൊല്ലപ്പെട്ടു എന്ന അനൌദ്യോഗിക സ്ഥിരീകരണമുണ്ട്. ഇപ്പോൾ 5 പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നു. ശ്രീലാൽ, ഇപ്പോഴും പാകിസ്ഥാൻ ഇതൊക്കെ നിഷേധിക്കുകയാണ്. അവർക്ക് അങ്ങനെ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തങ്ങൾ ഇത്തരത്തിൽ പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനാവില്ല. അവരുടെ ജനങ്ങളോട് സമാധാനം പറയേണ്ടതുണ്ട്. ഇനിയിപ്പോൾ 200-300 പേർ കൊല്ലപ്പെട്ടാൽ പോലും അതിനെ മൂടിവെക്കാനുള്ള ശ്രമങ്ങളായിരിക്കില്ലേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക? തീർച്ചയായും രഞ്ജിത്ത്, പാകിസ്ഥാൻ നേരിടുന്ന പല പ്രതിസന്ധികളിൽ ഒന്ന് സ്വന്തം ജനങ്ങളോട് ഇത് പറയുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ പ്രശ്നം പാക് സൈന്യത്തെ സമാധാനിപ്പിക്കുക എന്ന് തന്നെയാണ്. ഇതിലേറ്റവും മുറിവേറ്റിരിക്കുക പാക് സൈന്യത്തിനാണ്. പാക് അതിർത്തി കടന്ന് ശത്രുരാജ്യം സ്വന്തം രാജ്യത്തേക്ക് അതിർത്തി കടന്നെത്തി ആക്രമണം നടത്തി മടങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്നത് അവിടുത്തെ സിവിലിയൻ വിഭാഗത്തേക്കാൾ കൂടുതൽ മുറിവേൽക്കുക അവിടുത്തെ സൈനിക വിഭാഗങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൈന്യത്തിന് ഇപ്പോഴും വലിയ മേൽക്കോയ്മ ഉള്ള ഒരു രാജ്യം തന്നെയാണ്. മുൻപ് ഉള്ള അത്രയും ഒരു ശക്തി സൈന്യത്തിന്, ഒരു മേൽക്കോയ്മ സൈന്യത്തിന് ഇല്ല എങ്കിൽ പോലും ഇപ്പോഴും പാകിസ്ഥാനിൽ സൈന്യം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. സൈന്യം വിചാരിക്കുന്ന കാര്യങ്ങളിൽ സൈന്യത്തിന് അവിടെ കൊണ്ട് എത്തിക്കാനുള്ള ശക്തി ഇപ്പോഴും പാകിസ്ഥാനിലുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ ഭരണമാണെങ്കിലും ഇമ്രാൻഖാൻ പോലുള്ള ഒരു പ്രധാനമന്ത്രിയാണ് അവിടെ ഉള്ളതെങ്കിൽ പോലും പാകിസ്ഥാൻ സൈന്യത്തിന് ഇത് മുറിവേൽപ്പിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് ഇത് മറികടക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ചില മൂടിവയ്ക്കലുകൾ നടത്തേണ്ടത്.
പറയുന്നുണ്ട്. രാജ്യാന്തര സമൂഹത്തെ മുന്നിൽ ന്യായീകരിക്കുന്നതിനേക്കാൾ പാകിസ്ഥാൻ ഭരണാധികാരികൾ, പാകിസ്ഥാനിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണ നേതൃത്വത്തിനുള്ള വെല്ലുവിളി, സൈന്യത്തെ എങ്ങനെ സമാധാനിപ്പിക്കും, ജനങ്ങളോട് എന്ത് മറുപടി പറയും എന്നുള്ളതാണ്. ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭീകരർ എന്ന് നമ്മുടെ നാട്ടിൽ ഭീകരാക്രമണം നടത്തുന്ന ജയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകൾ പോലും ഇതിൻ്റെ ഭാഗമാണ്. അവിടെ അവർ ഇന്ത്യക്കെതിരെ വലിയ പ്രതിഷേധത്തിന് കളമൊരുക്കാൻ സാധ്യതയുണ്ട്. ആ കളമൊരുക്കലിന് മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആഭ്യന്തരമായി തന്നെയാണ്, പുറത്തുനിന്നുള്ളതിനേക്കാൾ. ഇനി പാകിസ്ഥാൻ രാജ്യാന്തര തലത്തിൽ ഈ വാദങ്ങളുമായി മുന്നോട്ട് വരികയാണ്, അതായത് ഇന്ത്യ അതിർത്തി കടന്നാക്രമിച്ചു എന്നുള്ള വാദവുമായി പാകിസ്ഥാൻ രാജ്യാന്തര തലത്തിൽ വരികയാണെങ്കിൽ അത് വലിയ തോതിൽ വില പോകില്ല. കാരണം പുൽവാമ അടക്കമുള്ള ആക്രമണങ്ങളിൽ പാകിസ്ഥാനിൽ കേന്ദ്രീകരിച്ചുള്ള ഭീകര സംഘടനകൾക്കുള്ള പങ്ക് ഇതിനോടകം തന്നെ രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ വച്ചിട്ടുണ്ട്. രാജ്യാന്തര സമൂഹത്തെ ഇന്ത്യ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നാക്രമണം നടത്തിയെന്ന വാദവുമായി ചെല്ലുക എളുപ്പവുമല്ല. ആ കാരണങ്ങൾ തന്നെയാണ് ഇന്ത്യ ഇത്തരമൊരു നടപടിയെടുത്തതിന് കാരണവും. തീർച്ചയായും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആരോട് മറുപടി പറയേണ്ടതല്ല, ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലൊരു വലിയ ആക്രമണം, അതായത് രാജ്യം കണ്ടതിൽ വെച്ച് ഒരു പക്ഷേ ഏറ്റവും വലിയ ആക്രമണം ആണ് പുൽവാമയിൽ ഉണ്ടായത്. അത് ആ ആക്രമണത്തിന് മറുപടി നൽകിയില്ല എങ്കിൽ, ആ ആക്രമണത്തിന് തിരിച്ചടി നൽകിയില്ല എങ്കിൽ അത് സൈനികരുടെ മനോവീര്യം കെടുത്തുന്നതിനൊപ്പം രാജ്യത്ത് തന്നെ ഒരു വലിയ പ്രതിഷേധ അലയുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഈ മറുപടി നേരത്തെ നമ്മൾ സംസാരിച്ച ജബ്ബാർ ചൗധരി പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കപ്പെട്ടത് തന്നെയായിരുന്നു. പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാൻ ഇങ്ങനൊരു നടപടി ഇതുപോലൊരു നടപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് ഇത്ര കൃത്യതയോടെ ഇത്ര വേഗത്തിൽ ഇന്ത്യ നടത്തും എന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. ആ പ്രതീക്ഷയില്ലായ്മ, ആ സർപ്രൈസ് എലിമെന്റ് തന്നെയാണ് ഇന്ത്യ ഇവിടെ പ്രയോജനപ്പെടുത്തിയത്. അത്തരത്തിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് കണ്ട ദൃശ്യങ്ങൾ, അത് പാകിസ്ഥാനിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. അവിടുത്തെ പ്രതിരോധ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശകലനം ചെയ്തു. അത്തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ഗൗരവമായി തന്നെ ഈ വിഷയം പാകിസ്ഥാൻ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങുന്നു. ഇനി അവർക്ക് മുമ്പിലുള്ള കടമ്പ ലോകരാജ്യങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുക ഏത് രീതിയിൽ എന്ന് തന്നെയാണ്. ഉണ്ണി ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഉണ്ണി, അല്പം മുമ്പ് ഇന്ത്യ പ്രധാനപ്പെട്ട യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ വിശകലനം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഇന്ത്യ ഇത്തരം ഒരു ആക്രമണത്തിൽ നിർബന്ധിതമായി, എന്തുകൊണ്ട് പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് എത്താൻ സിംല കരാറിന്റെ ലംഘനത്തിൽ തന്നെ എത്തേണ്ട രീതിയിൽ കാര്യങ്ങൾ വന്നു എന്നത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിന് കൃത്യമായ തെളിവുകൾ, ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന്, ഭീകരരെ വധിച്ചതിന്, കേന്ദ്രങ്ങൾ തകർത്തതിനൊക്കെയുള്ള കൃത്യമായ തെളിവുകൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ടാകുമല്ലോ. അത്രത്തോളം ആത്മവിശ്വാസത്തോടെ തന്നെയാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യ? രഞ്ജിത്ത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം 11:30 മണിക്ക് പ്രതീക്ഷിക്കാം. കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയുടെ വാർത്താ സമ്മേളനമാണ് 11:30 മണിക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നടക്കുക. ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോടൊപ്പം ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന കാര്യം കൂടി അറിയേണ്ടിയിരിക്കുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കമുള്ളവർ പങ്കെടുക്കുമോ എന്നതും പ്രധാനമാകും. ഏതായാലും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭയുടെ ദേശീയ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള സമിതിയുടെ യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെയും പങ്കെടുത്തിരുന്നു. ആ യോഗത്തിലെ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാനെതിരെ നടന്നിരിക്കുന്ന, പാക് ഭീകര താവളങ്ങൾക്കെതിരെ നടന്നിരിക്കുന്ന ആക്രമണത്തിന്റെ കൃത്യമായ വിശദാംശങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് ഇക്കാര്യത്തിൽ പുറത്തു വരാൻ പോകുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം എന്തുകൊണ്ട് പാക് ഭീകര താവളങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യങ്ങളായിരിക്കും ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കാൻ പോകുന്നത്. കേവലം ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല, ആഗോള സമൂഹം ഒന്നടങ്കം ഈ നീക്കങ്ങളുടെ വിശദാംശങ്ങളും സ്ഥിരീകരണവും കേൾക്കുന്നതിനായി കാത്തിരിക്കുക കൂടിയാണ്. നേരത്തെ മിന്നലാക്രമണം നടന്നപ്പോൾ സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് വിശദീകരണങ്ങൾ നടന്നിരുന്നത്. ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറിയും ഈ വിശദീകരണത്തിൽ പങ്കെടുക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കാനായി എത്തുകയും ചെയ്യുന്നുവെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ F-16 വിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ മിറാഷ് 2000 വിമാനങ്ങളെ തിരിച്ച് പറത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യൻ സംഘത്തിന്റെ വലിയ ശേഷിയും സന്നാഹങ്ങളും കണ്ട് പാക് സൈന്യത്തിന് കൃത്യമായ ഇടപെടലുകൾ നടത്താതെ തിരിച്ചു പോകേണ്ടി വന്നിരിക്കുന്നുവെന്നാണ് ഈ സൈനിക ഓപ്പറേഷന്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ നടത്തിയിരുന്ന ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അതോടൊപ്പം തന്നെ പശ്ചിമ എയർ കമാൻഡിന്റെ നേതൃത്വത്തിലായിരുന്നു പൂർണ്ണമായും ഈ നീക്കങ്ങൾ നടന്നിട്ടുള്ളത്. പശ്ചിമ എയർ കമാൻഡിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാന്റെ നിയന്ത്രണ രേഖ മറികടന്നുകൊണ്ടുള്ള ഈ ആക്രമണത്തിന്റെ നിർദ്ദേശങ്ങളും ഏകോപനവും ഒക്കെ ഉണ്ടായിരുന്നെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രഞ്ജിത്ത്, അത്തരത്തിലാണ് കാര്യങ്ങൾ. 11:30 മണിക്ക്
വിദേശകാര്യ സെക്രട്ടറി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു. അതിൽ ഒരു പക്ഷേ ഈ കാര്യങ്ങളുടെ കൃത്യമായ വിശദീകരണം, അത് ഇതിനുവേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതിൽ ഇത്തരം കാര്യങ്ങളുടെ കൃത്യമായ വിശദീകരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ആക്രമണം നടന്നു, 200-നും 300-നും ഇടയിൽ ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എങ്കിൽ പോലും പാകിസ്ഥാനും ഇന്ത്യയും ഇത് സ്ഥിരീകരിക്കുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും പുതിയ കാര്യം. ഏതാണ്ട് 11:30 മണിയോടുകൂടി വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ കുറച്ചെങ്കിലും വ്യക്തത വരും എന്ന് തന്നെ കരുതാം.